ഇവാ തൂത്തുക്കുടിക്ക് ഈ ഡ്രസ് ഇട്ടോടെ വരാൻ പോണേ? അല്ല, ഈ തൂത്തുക്കുടി പോകാൻ പ്രത്യേക ഡ്രസ് ഉണ്ടോ? അതല്ലടാ, ഇയാള് ബെഡാ പാർട്ടിയെ. അവിടെയുള്ള പോലീസുകാരെല്ലാം ഇയാളുടെ സ്വന്തക്കാരാ. അതുകൊണ്ട് ഇയാൾ മകളെ കിട്ടിക്കഴിഞ്ഞാ നമ്മളെ ലോക്കപ്പിലാക്കില്ലെന്ന് എന്താ ഉറപ്പ്? അത് ശരിയാണല്ലോ സ്വാമി. ഞാൻ ഇന്ന് വരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടില്ല. എന്ത് ഡ്രസ് ഇട്ട് പോണം? നല്ല സെറ്റപ്പായിട്ട് ഗെറ്റപ്പായിട്ട് പോണം. നീ തന്നെ ഗെറ്റപ്പിന്റെ രാജാവല്ലേ? വീണ്ടും ഗെറ്റപ്പോ? വെള്ളമുണ്ട്, വെള്ള ഷർട്ട്. പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോ പോലീസ് ഡ്രസ്സോടെ പോണം, ഇല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഡ്രസ്സോടെ പോണം. അതാണ് മര്യാദ. എന്നാപടി പ്രേമിക്കണല്ലടാ സാർ, ചെവി കേൾക്കുന്നില്ല സാർ. എന്താടാ ചെവി കേൾക്കത്തില്ലെന്നോ? കിട്ടിയോ? അതൊന്നുമില്ല അളിയാ. അതിനു മുമ്പ് തന്നെ മാലെങ്കിലും എല്ലാമായിട്ട് തൊപ്പക്കുളം ക്ഷേത്രത്തിൽ നിന്ന് പൊക്കിയില്ലേ? എടാ താന്തോ, നീ എന്റെ വണ്ടി അടിച്ചോണ്ട് പോകാൻ ശരിയായ നേരത്തെ വന്ന് രക്ഷപ്പെടുത്തി. ഇവരുടെ ടോർച്ചറിന് താങ്ങാൻ പറ്റുന്നില്ല. ഇദ്ദേഹത്തോടൊപ്പമാ ഞാൻ ജോലി ചെയ്യുന്നേ. അളിയ എന്നെ പെടുത്തി കളഞ്ഞല്ലോ അളിയ. ആരടാ? എന്റെ ജീവന് തന്നെ ഭീഷണി ആയതുപോലുണ്ട്. ആര്? ഞാൻ? അതെ, ഞാനൊരു പ്രാരബ്ധക്കാരനാ. ഇതാ ആ ചെയർ ഇങ്ങോട്ട് നീക്കിയിട്. അദ്ദേഹത്തോട് ഇരിക്കാൻ പറയും. ഇരിക്കാൻ പറ. കണ്ടോ ഈ ഡ്രസ്സിന്റെ ഗെറ്റപ്പ് കണ്ടോ? അയാളെ ഞാനാ കൂട്ടിക്കൊണ്ട് വന്നേ. എന്നെ ഇവിടെ വന്ന കാലം നിർത്തിയിട്ട് അയാളെ നിക്കളിയാ. നിക്ക് ഒരു മിനിറ്റ്. എന്താ നിന്റെ താലി ഉണ്ടോടാ? താലി ഉണ്ടോന്ന്? ഉണ്ടല്ലോ സാർ. താലി ടേപ്പ് ഓൺ ചെയ്യും. ഓൺ ചെയ്യും. എന്തിനാന്ന്? ആരെടുത്ത് അവൻ ജോലി ചെയ്യുന്നത്? ആരെയാ നിങ്ങൾ പിണക്കാൻ നോക്കിയത്? എന്റെ കാലിലല്ല വീഴേണ്ടത് അവിടല്ലേ? എന്താടാ എന്റെ കാല് വീഴാതെ അങ്ങോട്ട് പറഞ്ഞു വിടുന്നേ? അവനാരുടെ വലിയ തലയാണോ? നിങ്ങൾ പറഞ്ഞാലും ഇല്ലേലും തൂത്തുക്കുടിയിലെ വലിയ തല ഇത് തന്നെ. എന്താണ് തലേന്ന് പറയുന്നത്? അലിയ ഇത് പിടിക്ക്. മരുമോനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു. പെങ്ങൾക്ക് വലിയ സന്തോഷമാവും. എനിക്ക് നീ സമ്മാനം തരുന്നോടാ? ഏതോരത്തിന് എന്റെ മോളെ പിടിച്ചു കൊടുത്തിട്ട് അവൻ ആരാടാ നിന്റെ? ഇനി നിന്റെ മുഖം മാത്രമല്ല, തൂത്തുക്കുടിക്കാരുടെ ഓരത്തിന്റെ മുഖം എനിക്ക് കാണണ്ട. നീ അയ്യോ, ഇതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഈ ഗെറ്റപ്പിന്റെ എടാ, ഗെറ്റപ്പിന്റെ. നമസ്കാരം. എനിക്കോ? ഗെറ്റപ്പ് കണ്ടിട്ടാടാ, ഗെറ്റപ്പ്. തലേ 40 ദിവസമായിട്ട് കടലിൽ മീൻ പിടിക്കാൻ പോകുന്നില്ലല്ലോ. പണം കുറച്ച് കുറവാണ്. ഒന്നും വിചാരിക്കരുത്. താത്താ, ഗെറ്റപ്പ് ജീവാ, ഗെറ്റപ്പ്. നീ ഏതോ വലിയ നേതാവാന്ന് വിചാരിച്ചാ? എന്നെ വിഡ്ഢിയാക്കലടാ. നിന്നെ ആരോ ഗുരുവെന്ന് വിളിക്കുന്നടാ. ഫെർണാണ്ടസ് ചരക്ക് ഇറക്കുന്നതിന് വേണ്ടി തന്ന ബാലൻസ് കാശ് എണ്ണി നോക്ക്. കുറഞ്ഞ ഈ സെമി ജോസഫിനോട് ചോദിക്കണ്ട, എല്ലായിടത്തും പോലീസുണ്ട്. ഇതിനെന്താ പറയാൻ പോകുന്നത്? ഇതും പാർട്ടി വകുപ്പ് തന്നെ. വെറുതെ ഒരു കോഡ് പറഞ്ഞതേ ഉള്ളൂ. എന്താടാ ഇത്? നിനക്ക് ഒട്ടും വിവരമില്ലേടാ. അവിടെ ഒരു തല സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഹോൺ മുഴക്കി വെറുതെ എന്റെ തല എന്തിനാടാ കളയുന്നത്? ഏയ്, സിനിമയിൽ അഭിനയിക്കണം. എന്താടാ നോക്കുന്നേ? അയ്യ, പെട്രോൾ അടിക്കടാ. ഏയ്, ഞാനിത് ആരോടെ ഈ പറയുന്നത്? ടാങ്ക് വിടടാ, ഇവിടെ ഒഴിക്കേ. എന്താ എന്ത് പറ്റി? എടാ, വാളിന് വെട്ടിയതാ. അനിയ, ഇവിടെ ഹോസ്പിറ്റൽ എവിടെയാ? വേണ്ടതല്ല, തൂത്തുക്കുടി ഹോസ്പിറ്റൽ വേണ്ടതല്ല, കോയിൽപ്പെട്ടി ഹോസ്പിറ്റൽ മതി. കാശ് എവിടെ? ചോദിച്ചിട്ടില്ലേ? കൊടുക്കേ. നീ കൊടു. എടാ, 2 കൊടുക്കടാ. എന്ത് കഷ്ടം ഇവന്റെ കാര്യം. ഡോക്ടർ, എത്ര ചെലവായാലും പ്രശ്നമില്ല. ഇയാൾ എങ്ങനെ രക്ഷിക്കണം? രക്തവും കൊടുത്ത് പണവും തന്നല്ലോ. അഡ്രസ്സോ? കെയർ ഓഫ് തമിഴ്നാട്.
എന്നാ ഡോക്ടർ മുഴുവൻ അഡ്രസ് ചെയ്തിട്ടുണ്ട്, ബാക്കി ഉണ്ടെങ്കിൽ മണി ഓർഡർ അയച്ചേക്ക്. എന്താടാ ഇവിടെ വന്ന് കിടക്കുന്നേ? എന്ത് പറ്റി നിനക്ക്? നല്ല കാര്യം. എന്തോ ഈ സാക്ഷി വലിയ പറയാമെന്ന് മനുഷ്യന്റെ പറഞ്ഞിരുന്നല്ലോ. അടുത്ത് എന്തായാലും കറക്റ്റ് ആയി, ഇല്ലെങ്കിൽ തീർന്നു പോയേനെ. നമുക്ക് നോ മെൻഷൻ, നോ മെൻഷൻ. നമസ്കാരം. വിട്ടോ, വണ്ടി വിട്ടോ. ചെരുപ്പ്. ചെരുപ്പ്. നിന്റെ ചെരുപ്പ് അവസാനം പോലീസ് വന്നു. അവര് നിന്നെ കൊലക്കേസ് സാക്ഷിയാക്കി എന്ത് ചെയ്യും? വേവാ. സർ, തൂത്തുക്കുടി സമുദ്രക്കനിയുടെ ആളുകളാ എന്നെ വെട്ടിയത്. ആരെ പറ്റിയാ പറഞ്ഞെന്ന് വല്ല ബോധമുണ്ടോ നിനക്ക്? ഇത് ധൈര്യമായിട്ട് കോടതി പറയുമല്ലോ. കിട്ടാനുള്ള എനിക്ക് കിട്ടി. ഇനി ഞാൻ എന്തിനാ സാറേ പേടിക്കുന്നേ? എന്നെ വെട്ടിയത് സമുദ്രക്കനിയുടെ ആൾക്കാരാ. അവിടെ എന്താടാ നോക്കുന്നത്? എല്ലാം സാധാരണ പോലല്ലേ? ഏതോ കട്ടബൊമ്മന്റെ കഥ പറയാൻ പോണു പറഞ്ഞു. അതെ, ഇപ്പൊ പറയൂ. എന്നാ പറയട്ടെ. വീരപാണ്ഡ്യ കട്ടബൊമ്മന്റെ സ്ഥലം തിരുനെൽവേലിയല്ലേ? അപ്പൊ തിരുനെൽവേലി ഭാഷയിൽ തന്നെ പറയണ്ടേ? വെള്ളത്തേവൻ മരിച്ചു, കട്ടബൊമ്മൻ ഭാര്യയായി പോയി കണ്ടു. ജാക്കമ്മ, ഞാൻ യുദ്ധത്തിന് പോയാൽ നീ എന്ത് ചെയ്യും? ഞാൻ എന്താ പറയണ്ടേ? ഞാൻ പറയുന്നത് കേൾക്കോ നിങ്ങൾ? നടുവിലൊന്നും നിൽക്കാതെ ഒരു സൈഡിൽ നിന്നിട്ട് വാ. നടുവിലെത്തിയെന്ന് തോന്നിയാ പെട്ടെന്ന് തിരിഞ്ഞിങ്ങോട്ട് പോര്. എന്താണെന്നറിയില്ല, തിരിഞ്ഞു നോക്കാതാണ് പോകുന്നത്. തിരിഞ്ഞാലല്ലേ ചത്തോന്നറിയൂ. വെള്ളത്തേവനെ കൊന്നവനെ യമപുരിക്ക് അയച്ച് കട്ടബൊമ്മൻ വീണ്ടും യുദ്ധത്തിന് പോയി. എന്താളിയാ ചേച്ചി പറഞ്ഞു വിട്ടത് മറന്നുപോയോ? എത്രയാടാ? 3. എടാ, ആ 140 കയറാൻ പറയും. വേഗം 140 കയറ്. അണ്ണാച്ചി, ഇൻകം ടാക്സിനെ പറ്റിക്കാൻ വേണ്ടി തെങ്ങിന്റെ മണ്ടയിലാണോ വെക്കുന്നത്? എടാ, ഇതിപ്പോ ആർക്ക് കൊടുക്കാനാ? രാജശേഖരൻ നായർ, പ്ലാച്ചിമട കൺസ്ട്രക്ഷൻസ്. പലിശ എത്രയാ? 10. ഓക്കെ. അവനെ ഇനി എന്ത് ചെയ്യണം? കരിക്ക് വെട്ടുന്ന പോലെ വെട്ടിയല്ലോ. തൂത്തുക്കുടി ഗുരു വന്ന് രക്തം കൊടുത്ത് രക്ഷപ്പെടുത്തി സാർ. അവനിപ്പോ നിങ്ങൾക്കെതിരെ സാക്ഷി പറയാൻ പോവുക. പിന്നെ വേറൊരു കാര്യം, നിങ്ങളോട് പറയുന്നതിന് എന്താ, ആ പയ്യനിപ്പോ നേരെ സ്റ്റേഷനിലേക്ക് വന്നു. ഞങ്ങൾ ആകെപ്പാടെ അന്തം വിട്ടു പോയെന്നേ. ആ പയ്യൻ ഒരു പ്രശ്നക്കാരനാ. നിങ്ങളോടല്ലാതെ ഞങ്ങൾ ആരോട് പറയാനാ? എന്താളിയാ? ആരാടാ ഈ ഗുരു? ആരാടാ ഈ ഗുരു? എന്താണോ നോക്കുന്നേ? ഇവിടെ വല്ല കോമഡി നടക്കുന്നോ? എവിടെയാണ് ആഴ്ചപ്പരവ്? പറയണ. അത് ഗുരു തന്നെ വന്ന് വാങ്ങിക്കൊണ്ട് പോയില്ലേ? എന്താ പറഞ്ഞേ? സത്യം തന്നെ. അതെ ചേട്ടാ, മാതാവാണ് സത്യം. തലേ, നിങ്ങളല്ലേ നേരിട്ട് വന്ന് വാങ്ങിക്കൊണ്ട് പോയത്? വേണമെങ്കിൽ ഇവിടെയുള്ള എല്ലാ ബോട്ടുകാരോടും ചോദിച്ചു നോക്ക്, ഞാൻ കള്ളം പറയുവാണോന്ന്. എന്താടാ ഗുരു, സമുദ്രക്കനിയുടെ ആൾക്കാര് പതിവില്ലാതെ നമ്മുടെ ഏരിയയിലൊന്ന് ചുറ്റിക്കറങ്ങുന്നത്? ഏയ്, എന്തിനാ വന്നെന്ന് ചോദിക്കുന്നില്ല. വീട്ടിൽ പറഞ്ഞിട്ടാ വന്നതെങ്കിൽ മുന്നോട്ട് വാ. എന്റെ കൈയെടുത്ത് പെരുമാറിയിട്ട് കുറച്ച് നാളായി. എടാ വേണ്ട, ഞാൻ പറയുന്ന കേക്ക്. ഗുരുവിന്റെ മേലെ കൈവയ്ക്കാതെ പറയുന്ന കേൾക്കാൻ. ഞാൻ പറയുന്ന കേക്ക്. ഗുരുവിന്റെ മേലെ കൈവച്ച പ്രശ്നവും. നിന്റെയൊക്കെ കട്ടയം പുകയാടാ ഇന്ന്.
നിങ്ങളുടെ ഫൈറ്റ് സീൻ കണ്ടിട്ട് എത്ര നാളായി? ആ എന്തൊരു അക്രമാ ഗുരു ഇത്. സമുദ്രകന്യയുടെ വെട്ടുകൊണ്ട ഏതോ ഒരുത്തന് നീ രക്തം കൊടുത്ത് രക്ഷിച്ചില്ലേ? അവൻ സമുദ്രകനിക്കെതിരെ പോലീസിൽ മൊഴി കൊടുത്തിരിക്കുക. അതാ നിന്നെ പിടിച്ചോണ്ടുപോകാൻ വേണ്ടി അവന്റെ ആളുകൾ വടിവാളുമായി ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. സമുദ്രക്കനിയോട് പോയി പറയേ, നീ വലുതോ ഞാൻ വലുതോ എന്നുള്ള തർക്കത്തില് ഇടവേള മാത്രം എടുത്തെന്ന്. ഇനി ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ഇങ്ങനെയായിരിക്കില്ലെന്ന് ഇപ്പൊ തന്നെ പോയി പറയേ. എന്താ ഗുരു, നിനക്കെപ്പോഴും രക്തം എടുത്തല്ലേ ശീലം? ഞാനറിയാതെ നീ പോയി എപ്പോഴാ രക്തം കൊടുത്തേ? എന്റെ രക്തം മറ്റൊരാളുടെ ശരീരത്തിൽ ഓടുന്നില്ലേ? അവൻ കൊടുത്തു കാണും. മനസ്സിലായില്ല. എന്റെ ഇരട്ട ഒരുത്തനില്ലേ, ആഴ്ചപ്പിരിവും വാങ്ങിയിട്ട് രക്തവും കൊടുത്തിട്ട് അവൻ പോയി. അമ്മ എന്നെ വീടില്ല അമ്മ. എന്നെ വീട്, ഞാൻ പോവില്ല അമ്മ. അമ്മ അയ്യോടാ അമ്മ. അമ്മ ഞാൻ പോവില്ല അമ്മ. എയർപോർട്ടിൽ പോകുന്ന വഴി ഞാൻ കാറിൽ നിന്നെടുത്ത് ചാടി. ലോറി കയറി ഞാൻ വന്നു ചേർന്ന സ്ഥലമാണ് ഈ തൂത്തുക്കുടി. ഈ സ്വഭാവം കണ്ടപ്പോ സാധാരണ പോലെ നീയും അനാഥനാണെന്നാ വിചാരിച്ചേ. എന്റെ അമ്മയാ എന്നെ അനാഥനാക്കിയത്. ദത്തെടുത്തവൻ ആരാന്ന് പോലും അന്വേഷിക്കാതെ എന്നെ തള്ളിവിട്ടു. എങ്ങനെയായിരിക്കും എന്റെ ജീവിതം? എനിക്കതുകൊണ്ട് ഈ ലോകത്തിൽ 3 കാര്യങ്ങൾ മറക്കാനേ കഴിയില്ല. എന്നെ ദത്തു കൊടുത്ത എന്റെ അമ്മയുടെ പ്രവൃത്തി, എന്റെ ജീവിതം തൊലച്ച ഇരട്ട, പ്രധാനമായിട്ട് എന്റെ കൺമുമ്പിൽ വെച്ച് എന്റെ അച്ഛനെ മുതുകിൽ കൂത്തിക്കൊന്ന ആ വേറ് പിടിച്ച മൃഗം. ഓ, അതുകൊണ്ടാണ് നിന്നെ ആരും മുതുകിൽ തൊട്ടാലും ഇത്ര ദേഷ്യം വരുന്നതല്ലേ? ദൈവമേ, എന്റെ അമ്മയെ മാത്രം രക്ഷിക്കണേ. വന്നോടാ. എങ്ങനെയുണ്ടമ്മേ? എനിക്കെന്താ, നീയാ 2 ദിവസം തൂത്തുക്കുടി പോയി വന്നപ്പോഴേക്കും ക്ഷീണിച്ചു. 2 കുപ്പി രക്തം കൊടുത്താ ക്ഷീണിക്കാതിരിക്കോ? എന്താ അമ്മയാ ക്ഷീണിച്ചു പോയത്. വിഷയം മാറ്റാതെ രക്തം കൊടുത്തോടാ. ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി കൊടുത്താ അമ്മേ. രക്തം ഇനി ഉണ്ടാവും. പിന്നെ പോയി വല്ലതും കഴിക്കേ. ഒന്ന് വേണം. ഇല്ല, നീ കഴിക്കേ. അമ്മ എന്റെ കണ്ണല്ലേ, പൊന്നല്ലേ. പോടാ.